കണ്ണൂർ ജില്ലയിലെ ആറ് പ്രധാന ആശുപത്രികളിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ച നഴ്സുമാർ സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം നൽകാത്തത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. INA നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിൽ ആശുപത്രികളിലെ മുഴുവൻ നഴ്സുമാരും പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂരിലെ പ്രധാന ആശുപത്രികളായ ധനലക്ഷ്മി, കൊയിലി സ്പെഷ്യാലിറ്റി, ആശീർവാദ്, കിംസ്, ഫാത്തിമ എന്നീ 6 ആശുപത്രികളിലെ നഴ്സുമാരാണ് അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചത്. ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരെ കോൺട്രാക്ട് ട്രെയിനി വ്യവസ്ഥകളിൽ നിയമിക്കുകയും സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനം നൽകാതെ 14,000 രൂപയ്ക്ക് ജോലി ചെയ്യിപ്പിക്കുന്നു എന്നുമാണ് പ്രധാന ആരോപണം. 6 മാസം ജോലി ചെയ്യിപ്പിച്ച ശേഷം നിർബന്ധിച്ച് രാജിവെപ്പിക്കുകയും 7 ദിവസത്തിനു ശേഷം വീണ്ടും ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് INA ഭാരവാഹികൾ പറഞ്ഞു. ട്രെയിനി നഴ്സുമാർക്ക് കൊടുക്കുന്ന ശമ്പളം 14,000 രൂപയാണ്. കോൺട്രാക്ട് വ്യവസ്ഥയിൽ 6 മാസം കഴിയുമ്പോൾ ഇവരെ കൊണ്ട് റിസൈൻ ചെയ്യിപ്പിക്കുകയും പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും തിരികെ ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ 2-3 വർഷം കഴിഞ്ഞ് റിസൈൻ ചെയ്തു പോകുന്ന സ്റ്റാഫിന് കൊടുക്കുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ പോലും ഈ ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഇട്ടുകൊണ്ടുള്ള 6-4 ഡേറ്റ് വെച്ചിട്ടുള്ള ടൈം പീരീഡ് വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് നഴ്സുമാർക്ക് കൊടുക്കുന്നത്. കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുള്ള നഴ്സുമാരെ ട്രെയിനിയായി നിയമിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും INA ആവശ്യപ്പെട്ടു. നമ്മുടെ ജീവിത സാഹചര്യം നമ്മൾ പഠിച്ചതിന് ആനുപാതികമായിട്ട് നമുക്ക് ഒരിക്കലും സാലറി കിട്ടുന്നില്ലെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നഴ്സുമാരെ മാത്രമാണ് പ്രൈവറ്റ് മേഖലയിൽ ആതുര വിഭാഗത്തിലേക്ക് കാര്യം വരുമ്പോൾ മാത്രം നമ്മൾ ആതുര സേവന രംഗത്തുണ്ട്. പക്ഷെ സാലറിയുടെ കാര്യം വരുമ്പോൾ മാത്രം നമ്മൾ ആതുര സേവന രംഗത്ത് നമ്മളില്ല. നേരത്തെ പലതവണ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും ആശുപത്രി അധികൃതർ വേതനം ഉയർത്താൻ തയ്യാറായിട്ടില്ല. ഇതോടെയാണ് ആശുപത്രികൾക്ക് മുന്നിൽ പന്തൽ കെട്ടി സമരം നടത്താൻ നഴ്സുമാരുടെ സംഘടന തീരുമാനിച്ചത്. ന്യൂസ് മലയാളം, കണ്ണൂർ.